ഇന്ന് ഇഡ്ഡലി ദോശയൊന്നും വേണ്ട വെച്ചു. അപ്പോൾ വിചാരിച്ചു എനിക്കൊന്ന് അവിലുപ്മാവ് ഉണ്ടാക്കി കഴിക്കണമെന്ന്. നല്ല ടേസ്റ്റോട് കൂടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ അവിലുപ്മാവ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഞാൻ അതെങ്ങനെ ചെയ്തതെന്നൊന്ന് കാണിക്കാം. ഈ അവിലുപ്മാവൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ എൻ്റെ ഒരു ടെക്നിക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനെ ഞാൻ ഒരു പ്രാവശ്യം ഇപ്പോൾ കഴുകി വെള്ളത്തിൽ കഴുകി. ഇതിൽ ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ കുറച്ച് പുളിച്ച മോര് ഇതിലൊഴിച്ചിട്ട്, മോരാണിത്, ഒരര കപ്പ് ഒഴിച്ചിട്ട് ഞാനിങ്ങനെ സോക്ക് ചെയ്യാൻ വയ്ക്കുകയാണ്. അതിപ്പോൾ സോക്ക് ചെയ്തിട്ട് അങ്ങനെ ഡ്രൈ ആവും കേട്ടോ. ഇപ്പോൾ ഉപ്പിട്ടിട്ടില്ല. ഇനി ബാക്കി എല്ലാ സാമഗ്രികളും ഞാൻ എടുത്ത് വെച്ചിട്ട് കാണിക്കാം. ഇപ്പം ഞാൻ പാൻ വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിക്കണേ. എന്ത് എണ്ണ വേണമെങ്കിൽ ഒഴിക്കാം. ഇവിടെ തണുപ്പ് കാരണം വെളിച്ചെണ്ണ ഇപ്പം ഞാൻ എടുത്ത് ഓവണിൽ വെക്കേണ്ടി വന്നു. അത്രയ്ക്ക് നെയ്യ് മാതിരി ആയിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഇപ്പോൾ കടുക് ഇടുകയാണ്. നന്നായി പാന് ചൂടായിരിക്കുകയാണേ. അപ്പോൾ കടുക് ഇട്ടു. കൂടെ തന്നെ ഉഴുന്നുപരിപ്പ് ഇട്ടു. കൂടെ തന്നെ നിലക്കടല. ഇത് ഭയങ്കരമായിട്ടൊരു ടേസ്റ്റ് കൊടുക്കും. പിന്നെ കുറച്ച് കറിവേപ്പില. എന്തൊക്കെയാണ് ഇട്ടെന്ന് കണ്ടുവല്ലോ. കുറച്ച് ഇഞ്ചി. നിലക്കടല നല്ലോണം മൂത്ത് വന്നു. പാന് നന്നായി ചൂടായി കിടക്കണോണ്ട് ഒരു പച്ചമുളക്. ഇതാ പച്ചമുളക് ഞാൻ വളരെ കുറച്ചാണ് ആഡ് ചെയ്യണത്. എന്താ കാരണം വെച്ചാൽ എനിക്ക് എരിവ് കൂടുതൽ വേണ്ട. അത് നല്ല എരിവുള്ളൊരു പച്ചമുളകാണ്. ഇപ്പം ഞാനിത് കഷ്ടിച്ചൊരു 3/4 കപ്പ് അവിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. കൂടെ തന്നെ കുറച്ച് ഉള്ളി ഓപ്ഷണൽ അല്ലേ, വേണ്ടവർക്കിടാം. പക്ഷെ ഞാൻ ഉള്ളി ഇടാറുണ്ട്. ഇതൊക്കെ ഇട്ട് നന്നായി ഒന്ന് സോട്ടാവട്ടെ. ഉരുളക്കിഴങ്ങ്. ഈ ഉരുളക്കിഴങ്ങ് ഞാനിങ്ങനെ കണ്ടോളൂ, സ്ലൈസായിട്ട് ഇങ്ങനെ ചീകിയിരിക്കുകയാണ്. ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ വേഗം നന്നായി വറുത്ത് കിട്ടും എന്ന് മാത്രമല്ല, നന്നായിട്ടൊന്ന് കടിക്കുമ്പോൾ അതിഭയങ്കരമായ ടേസ്റ്റാണ്. ഞാൻ ഈ അവിൽ ഞങ്ങൾ കണ്ടുവല്ലോ, മോരിലാണ് കുതിർത്തി വെച്ചത്. അപ്പം ഞാനിനി ഇതിലേക്ക് തക്കാളിയൊന്നും ആഡ് ചെയ്യില്ല. പക്ഷേ ആ മോരിൽ പുളി ഉണ്ടല്ലോ, ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യണത്. അപ്പം ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഒത്തിരി ഉപ്പ് ചേർക്കട്ടെ. ഞാൻ അവിലിൽ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. എന്താ വെച്ചാൽ അതാ എല്ലാം ഒന്ന് വേഗം ഫ്രൈ ചെയ്യാൻ എന്നെ സഹായിക്കും. ഇതെല്ലാം കൂടി എന്നെ ഒന്ന് ഫ്രൈ ചെയ്യാൻ സഹായിച്ചു. ഞാനിപ്പോൾ ഇതിനെ ഒന്ന് വെന്തുവോ നോക്കട്ടെ. ഇനി ഞാനിപ്പോൾ ഇതിലിപ്പോൾ എനിക്ക് കുറച്ച് എരിവ് കുറവാണെന്നാണ് തോന്നണം. ഒരു ചുവന്ന മുളക് ഇതിലേക്ക് ഞാനിങ്ങനെ പൊട്ടിച്ചിടുകയാണ്. 2-3 കഷ്ണമായി പൊട്ടിച്ചു കേട്ടോ. എന്നിട്ട് എനിക്ക് ഈ മഞ്ഞൾ ചേർക്കുന്നതിൽ വലിയൊരു ഇഷ്ടമില്ല. അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോണേ, എൻ്റെ ഈ അവിൽ ഞാൻ പറഞ്ഞില്ല മോരിൽ കുതിർത്തിയെന്ന്. ഇപ്പം ഞാനിതിനെ കൊട്ടുക. ഇത് വേഗം ഭയങ്കരമായിട്ട് എന്താ പറയുക, അവിലില്ലേ കുറച്ച് നമ്മൾ സോക്ക് ചെയ്താൽ മതി, അതിന് നല്ലൊരു പെരുപ്പാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ അവിലിനെ ഒന്ന് നന്നായി വറുത്തു. ഞാനിപ്പോൾ 2 കയ്യിലും വെച്ചിട്ട് ഇളക്കുകയാണ്. എനിക്കിതിലേക്ക് ഇപ്പോൾ എന്താ തോന്നണമറിയോ, ഞാൻ എണ്ണ കുറച്ച് കുറവാണ്. ഞാൻ കുറച്ചും കൂടി എണ്ണ ഒഴിക്കുകയാണ്. വല്ലാണ്ട് ഡ്രൈ ആയ മാതിരി ഉണ്ട്. ഞാൻ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു. ഇനിയിപ്പോൾ ഇതിലേക്ക് എനിക്ക് ഉപ്പ് മതിയോ എന്ന് നോക്കണം. ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ അവിൽ ഉപ്പുമാവ്. ഇത് അടിപൊളി ടേസ്റ്റായിരിക്കും.
ഇനി ഇതിലേക്ക് ഫൈനലായിട്ട് 2 സാധനം കൂടി ചേർക്കാനുണ്ട്. അതിന് മുമ്പ് ഞാൻ എൻ്റെ ഉപ്പ് മതിയോ എന്നൊന്ന് നോക്കട്ടെ. ഇപ്പം ഞാനിതിലേക്ക് 1 സ്പൂൺ തേങ്ങ കൂടുതൽ പാടില്ല, എന്തായാലും അതൊന്ന് എല്ലാം കൂടി ബാലൻസ് ചെയ്യാൻ മാത്രം ഞാനിത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഫൈനലായിട്ട് എന്താ ചെയ്തിരിക്കുന്നത് അറിയോ? ഈ മോരിന് വലിയ പുളിപ്പൊന്നുമില്ല, അതുകൊണ്ട് ഇത് വളരെ പാകത്തിലാണ് വന്നിരിക്കുന്നത്. ഇനി ഞാനിത് ഓഫ് ചെയ്ത ശേഷം കുറച്ച് മല്ലിയില ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇടുകയാണ്. ഇപ്പം അടിപൊളി ടേസ്റ്റായിട്ടുള്ള എൻ്റെ അവിൽ പോഹ റെഡിയായി. ഇത് നോർത്ത് ഇന്ത്യയിലൊക്കെ ഭയങ്കര ഫേമസാണ്. ഈ പോഹ വളരെ ദേഹത്തിന് നല്ലതാണെന്നാണ് പറയണത്. നിങ്ങൾക്ക് ഇതിൽ മഞ്ഞൾ ആഡ് ചെയ്യാം കേട്ടോ. എനിക്ക് ആ മഞ്ഞ കളറിൽ എന്തോ വലിയൊരു താല്പര്യമില്ല, പക്ഷേ എനിക്ക് തോന്നുന്നു അതാണോ ഭംഗി കൊടുക്കണം. അപ്പോൾ വേണമെങ്കിൽ ഞാൻ ലേശം മഞ്ഞൾ ആഡ് ചെയ്യാമല്ലേ. ഞാൻ കുറച്ച് മഞ്ഞൾ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ചെറുതിലൊക്കെ ഇങ്ങനെ വളരെ കഴിക്കുമ്പോഴൊക്കെ എനിക്കിങ്ങ് മഞ്ഞൾ ഇട്ടിട്ട് തരുന്നത് കണ്ടിട്ടില്ല ഞാൻ. അപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, മഞ്ഞളിട്ട് അതിൻ്റെ കളറൊന്ന് മാറിപ്പോയാലോ, എന്നിട്ട് ടേസ്റ്റ് പോകുമോ എന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ എന്തായാലും കുറച്ച് മഞ്ഞളിട്ട് കൂട്ടുകാരെ. ഇപ്പോൾ നിലക്കടലയും ഉരുളക്കിഴങ്ങും നിങ്ങൾക്കിതിൽ ലാസ്റ്റായിട്ട് കുറച്ച് നാരങ്ങ നീര് പിഴിയാം. ഞാനത് പിഴിഞ്ഞിട്ടില്ല. എന്താ കാരണം വെച്ചാൽ ഈ മോരിന് പുളി ഉള്ളതുകൊണ്ട് ഇവിടെ വീട്ടിലുള്ളവർക്കും പുളി ഒരുപാട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് എനിക്ക് നാരങ്ങയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാനിപ്പോൾ ഇതിങ്ങനെ നിർത്തുകയാണ്. അപ്പോൾ ഈ ഉപ്പുമാവ് കണ്ടുമല്ലോ, വളരെ ടേസ്റ്റായിരിക്കും. ഇതേമാതിരി രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ മോരിൽ ഞാൻ കുതിർത്തി പറഞ്ഞു മോരെന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ലേശം പുളിവെള്ളം കലക്കിയിട്ട് അങ്ങനെയാണ് എൻ്റെ അമ്മയൊക്കെ ചെയ്യുകയാണെന്നിരിക്കുകയാണ്. അവിലിനെ ആദ്യം ഒന്ന് പുളിവെള്ളത്തിൽ കുറച്ച് സോക്ക് ചെയ്ത് വെക്കും. അപ്പോൾ ഫൈനലായിട്ട് നാരങ്ങ ഇല്ലെങ്കിലും കുഴപ്പമില്ല, അല്ല ഫൈനലായിട്ട് നാരങ്ങയും പിഴിയാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിത് എൻ്റെ പാനിലാക്കട്ടെ. ഇപ്പോൾ കൂട്ടുകാരെ, എൻ്റെ പോഹ വളരെ ടേസ്റ്റിയാണ്. ഇതെല്ലാവരും ആവി പറക്കുന്നുണ്ട്. ഇവിടെ നല്ല തണുപ്പാണ്, പക്ഷെ ചൂടോടെ ഈ അവിലുപ്പുമാവ് കഴിക്കാൻ ഇങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഞാനിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ഇറ്റ്സ് ബൈ ഫ്രം സുധാമേനോൻ. ഓക്കെ.